ചേംബറിൻ്റെ നിർണായകമായ മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു. നിർണായകമായ തീരുമാനങ്ങളാണ് ചേംബർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. 7 ദിവസത്തിനകം ഇന്ന് നോട്ടീസ് നൽകുന്നു. 7 ദിവസത്തിനും ആൻ്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും പൊതുസമൂഹത്തിൽ പറയാവുന്ന കാര്യമല്ല ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞതെന്നാണ് പറയുന്നത്. 7 ദിവസത്തിനകം പോസ്റ്റ് പിൻവലിക്കണം. സിയാദ് കോക്കറാണ് ചേംബറിന് വേണ്ടി ഈ കാര്യം വ്യക്തമാക്കി. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് മറുപടിയില്ല എന്നും പറയുന്നു. വികാര പ്രകടനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല വഴി എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അമർഷം നേരിട്ട് പറയാമായിരുന്നു, ആരും എന്തും പറയാമെന്ന് വെല്ലുവിളി വേണ്ട എന്നും ആൻ്റണി പെരുമ്പാവൂരിനോടാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ 7 ദിവസത്തിലും മറുപടി നൽകണമെന്ന് ഇപ്പോൾ ചേംബർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായ വിവരമാണ് ഇപ്പോൾ ചേംബർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നമുക്കറിയാം ആൻ്റണി പെരുമ്പാവൂർ അന്ന് ചേംബറിന്റെ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പാവൂർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് ഇവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിന്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ ഇവിടുന്ന് ഒരു കത്തയക്കും. 7 ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. അദ്ദേഹം ചേംബറിന്റെ ഒരു മെമ്പറാണ്, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും. അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് എന്തായാലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. ഈ വാർത്താക്കുറിപ്പ് എഴുതുകയും അതേക്കുറിച്ച് ഞാൻ വ്യക്തമായി കാര്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ് ഇവർ മറുപടി നൽകിയത്. ആൻ്റണി പെരുമ്പാവൂർ ഈ ചോദ്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാനുള്ള കാരണം അന്ന് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സിനിമയായ എമ്പുരാന് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട് എന്ന് സുരേഷ് കുമാർ പറഞ്ഞു. അതിനെതിരെയാണ് ആൻ്റണി പെരുമ്പാവൂർ അന്ന് ഈ നിർമ്മാതാക്കൾ സംഘടന പല ആളുകളെയും വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. അത് തിരുത്ത് വേണം എന്ന് പറഞ്ഞു. എന്നാൽ അത് തിരുത്താതെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ അത് വീണ്ടും ചൊടിപ്പിച്ചപ്പോഴാണ് ആൻ്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. അതിന് തൊട്ട് പിന്നാലെ മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രമുഖ താരങ്ങളെല്ലാം ഇത് ഷെയർ ചെയ്തു. ഇത് വലിയ രീതിയിൽ സുരേഷ് കുമാറിന് ഡാമേജ് ഉണ്ടാക്കിയെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 7 ദിവസത്തെ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി പിൻവലിക്കുമോ എന്താണ് ഉള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയില്ല. അപ്പം അത് കാരണം അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത്, അതിന് ഒരാഴ്ച സമയം കൊടുത്ത് ഇവിടുന്ന് ലെറ്റർ പോയിട്ടുണ്ട്. ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്കത് ചെയ്തേ പറ്റും. അപ്പം അതിൻ്റെ മറുപടി വരട്ടെ. അപ്പോൾ ഒരാഴ്ച കൂടി തന്നെ ഞങ്ങളുടെ ഈ സൂചനാ സമരത്തിൻ്റെ ഡേറ്റും ഗവൺമെൻറ്റിനെതിരെയായിട്ട് നടത്തുന്ന ഡേറ്റും അതിൻ്റെ മെമ്മോറണ്ടങ്ങളൊക്കെ പബ്ലിഷ്. അപ്പം അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞായിരുന്നു ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്ന അതിന് കാരണം പറഞ്ഞിരുന്നു. എന്ത് കാരണം പറഞ്ഞു, എന്ത് വികാരം കൊണ്ട്, ഇതൊന്നും അല്ല ഇവിടെ കാര്യം. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അതിന് പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരും അറിയപ്പെടാത്ത ആളല്ല. ചേംബറിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആരും അറിയപ്പെടാത്ത ആൾക്കാരല്ല. മിസ്റ്റർ വിജയകുമാറുണ്ട് ഇവിടെ, അദ്ദേഹം ആരും അറിയപ്പെടുന്നത്. അങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ മതിയാണെങ്കിൽ അവർ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം. ആ കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ മോശമായി പോയി എന്ന് പറയാം. അല്ലാതെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ആരെയും എന്തും പറയാം എന്നുള്ള ഒരു വെല്ലുവിളി ടോട്ടൽ ഇൻഡസ്ട്രി, ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് കേരള ഫിലിം പ്രവർത്തകർ, തിയേറ്റർ ഉടമകൾ, പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചോദ്യം ചെയ്യട്ടെ. അല്ലാതെ ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവെ ആർക്കും തന്നെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കാരണം കാണിക്കുന്ന നോട്ടീസ് കൊടുക്കുന്നത്. ഈ അവിടെ ഒരു അതിനകത്തും ഒരു 2 കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ഒന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യം ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ എന്തിനാ പിന്നെ ക്ലിയർ ചെയ്യുന്നത്? ഈ സമൂഹത്തിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചേംബറിന്റെ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യം ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ അതിന് ഞങ്ങൾ വിശദീയമായിട്ട് അതാണ് ഇതാണ് ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പറയണല്ലോ. ഇല്ലില്ല, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായി? ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യത്തിൽ ഞങ്ങളിതിനെ മറ്റുള്ളവരെ പതിലാക്കുന്നത്, ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും മറ്റുള്ള ഈ അപ്ഡേറ്റ്സിനും ഒക്കെ ബോധ്യമായ ഒരു കാര്യം ആ കുടുംബക്കാരും കണ്ടതാണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിശദീകരണം അദ്ദേഹത്തോട് പോയി ചോദിക്കും? അതല്ലേ ശരി. അതോടൊപ്പം തന്നെ ഒരു താരവും അവിഭാജ്യ ഘടകമല്ല എന്നാണ് ഫിലിം ചേംബർ. ഒരു താരവും സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുന്നു. ഞങ്ങൾക്ക് മറ്റു വഴികളുണ്ട് എന്ന് പറയുന്നു. ഈ താരമില്ലേ, അടുത്ത വഴിയുണ്ട് എന്ന് അവർ പറയുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും പ്രേമലവും എങ്ങനെ ഹിറ്റായെന്ന് ഓർക്കണമെന്നും ചേംബർ ഓർമ്മപ്പെടുത്തുന്നു. സിനിമാ സമരത്തിന് അമ്മയുടെയോ ഫെബ്കയുടെ പിന്തുണ വേണ്ട എന്ന് പറയുന്നു. അമ്മയും ഫെബ്കയും പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് ഇവരുടെ ആരുടെയും പിന്തുണ വേണ്ട. സിനിമാ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. 6 മാസം മുഖം കാണാതിരുന്നാൽ ജനം മറക്കും താരങ്ങളെ എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ആരും വെല്ലുവിളിക്കേണ്ട എന്നുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 1000 രൂപയ്ക്ക് ആരും
സിന്തോൾ സോപ്പ് വാങ്ങി കുളിക്കില്ല എന്ന് പരിഹാസവും ഇവർ നടത്തിയിട്ടുണ്ട്. താരങ്ങളെ ഫെഫ്കയും ഫിയോക്കിനും വെല്ലുവിളിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകും. സൂചനാ സമരം ഉടൻ തന്നെ ഉണ്ടാകും. എനിക്ക് കിട്ടുന്നതനുസരിച്ച് മാർച്ച് 7-ാം തീയതി ഈ സൂചനാ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സർക്കാരിന് മെമ്മോറാണ്ടം കൊടുക്കാനൊന്നുമില്ല ഉദ്ദേശം. അതിനു മുമ്പ് തന്നെ സൂചന സമരം നടത്തും. അതിനുശേഷം സർക്കാരിന് മെമ്മോറാണ്ടം കൊടുക്കും. സർക്കാരിനെതിരെയുള്ള സമരമായി മാറ്റുകയാണ്. ഈ സമരത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ച ഇപ്പൊ ഫെഫ്ക സമരത്തിനുണ്ടോ? ഇത് പണ്ടും ഫെഫ്ക അല്ല സമരം ചെയ്തേക്കുന്നത്. ഇവിടെ സമരം ചെയ്തേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ചരിത്രം പഠിച്ചാൽ അറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സമരം നടന്നേക്കണേന്ന്. ഞങ്ങൾക്ക് ഫെഫ്കയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട സമരത്തിന്. ഇവിടെ കളിക്കാൻ തിയേറ്ററില്ല, പ്രൊഡക്ഷൻ്റെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരിട്ട് ഷൂട്ട് ചെയ്യും, ആരിട്ട് നടത്തും. അങ്ങനെ ചെയ്യുന്ന പടങ്ങളെ പറ്റി നമുക്ക് വിലയിരുത്താം. പിന്നെ ഇപ്പോഴല്ല അതിനെപ്പറ്റിയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾക്ക് അതിനെ വെല്ലുവിളിക്കാനുള്ള സമയമില്ല. ഗവൺമെന്റിനോട് ആദ്യം വെല്ലുവിളിക്കട്ടെ, അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വന്നിട്ട് ഈ ടെക്നിക് സ്ട്രൈക്കിലേക്ക് പോകട്ടെ. ഗവൺമെന്റിന് ആദ്യം മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം പരിഹരിച്ചില്ലെങ്കിലാണ് സമരമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയല്ല, അത് ഈ 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്തായാലും ഉണ്ടാവും. സൂചനാ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സാധനം, അത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ് അടക്കമുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ അടക്കം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു ദിവസത്തേക്കുണ്ടാവും. അത്രയേ ഉള്ളൂ. എന്റർടൈൻമെന്റ് ടാക്സ് പൂർണ്ണമായും എടുത്തു കളയണമെന്ന് പറയുന്നു. ഒരു താരങ്ങളും സിനിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനൊന്നും എതിർപ്പില്ല എന്ന് ഒരു ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് തന്നത് താരങ്ങൾ നിർമ്മിക്കുന്ന കാര്യം. പക്ഷേ താരങ്ങളെ വെല്ലുവിളിച്ചും ഫെഫ്കയെ വെല്ലുവിളിച്ചുകൊണ്ടും ഒരു സമരത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. സൂചനാ പണിമുടക്ക് എന്തായാലും ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വലിയ രൂക്ഷമായ ചർച്ചയിൽ വലിയ രൂക്ഷമായ അഭിപ്രായങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ 7 ദിവസത്തിനകം ഇത് പിൻവലിക്കണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കും. ഇന്ന് താരസംഘടന മീറ്റിംഗ് നടത്തി. താരസംഘടന ഒരു കാരണവശാലും സമരമായിട്ട് മുന്നോട്ട് പോകില്ല, സമരത്തിന് പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നു. ആ താരങ്ങളെയും അതോടൊപ്പം തന്നെ ഫെഫ്കയും സമരത്തിന് പിന്തുണയില്ല എന്നാണ് എനിക്ക് കിട്ടുന്നവർ. ഫെഫ്കയും തള്ളിക്കൊണ്ട് സൂചനാ പണിമുടക്ക് നടത്താനാണ് ഇപ്പോൾ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.